നമുക്ക് പല പ്രതികരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നു. ലാലി വിൻസെന്റ് ആണ് തന്നെ പരിചയപ്പെടുത്തിയതെന്ന് അനന്ത്കുമാർ പറയുന്നു. എന്നാൽ ലാലി വിൻസെന്റ് പറയുന്നത് ഈ അനന്തകൃഷ്ണനാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്ന് പറയുന്നു. ചുരുക്കത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയതെന്ന് നമുക്കറിയില്ല. പക്ഷേ കേരളത്തെ പരിചയപ്പെടുത്തിയതിൽ ഇവർക്ക് എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ അതിൽ ഇപ്പോൾ അനന്തകുമാറിനെതിരെയും പരാതികൾ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആ പരാതികൾ അങ്ങനെ വന്നില്ലെങ്കിലും ഇപ്പോൾ അനന്തകുമാറും സംശയത്തിന് നിഴലിലാണ്, അല്ലേ ടി വി പ്രസാദ്? അരുൺ, അതായത് ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ സ്ഥാപക ചെയർമാനാണ് ആനന്ദകുമാർ. ഈ ആനന്ദകുമാർ നമുക്കറിയാവുന്നതുപോലെ ഈ സായിഗ്രാമിന്റെ സ്ഥാപക ഡയറക്ടറാണ്. ഏതാണ്ട് 10-25 വർഷത്തിലധികം ഈ NGOകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മാത്രമല്ല തിരുവനന്തപുരത്ത് വിശ്വാസമുള്ള ഒരു വ്യക്തിത്വവും കൂടിയായിരുന്നു. പിന്നീട് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ച സമയത്ത് അതിലേക്ക് അനന്തകൃഷ്ണൻ കയറി വന്നതാണ് പിന്നീട് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാക്കിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ മുഴുവൻ NGOകളും ആനന്ദകുമാറിനെതിരെ തിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ ഒരു പരാതി തിരുവനന്തപുരത്തെ 12 NGOകളും ചേർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കും റൂറൽ SPക്കും കൊടുക്കുകയും ചെയ്തു. അതിൽ തന്നെ അവർ പറയുന്ന ശബ്ദ സംഭാഷണത്തിൽ, അതായത് ഷെയർ ഹോൾഡർമാർക്ക് കൊടുത്തിരിക്കുന്ന ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത് തങ്ങൾ ഇതിൽ വരാനുള്ള കാരണം അത് അനന്തകൃഷ്ണനല്ല, പകരം ആനന്ദകുമാറാണ്. ആനന്ദകുമാറിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇതിലേക്ക് വന്നതും ഈ പണം നിക്ഷേപിക്കുന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടെ വന്നത്. അതുകൊണ്ട് ആനന്ദകുമാർ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് ആ പരാതിയിലും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ പേരും ഈ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നു. അതിൻ്റെ രക്ഷാധികാരിയായിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. അദ്ദേഹവും മീറ്റിങ്ങിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അതുകൂടി കേട്ട് വിശ്വാസത്തിലെടുത്താണ് തങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് ഇവർ സംഘടിതമായി, അതായത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ NGOകളും ചേർന്ന് റൂറൽ SPക്കും അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്ത പരാതിയിൽ പറയുന്നത്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ NGO കോൺഫെഡറേഷന്റെ സ്ഥാപക ചെയർമാൻ എന്ന നിലയിൽ സ്വാഭാവികമായി ഈ അന്വേഷണം പോലീസിന് ആനന്ദകുമാറിലേക്കും കൊണ്ടുവരേണ്ടി വരും. കാരണം ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഒരേ സമയം പ്രവർത്തിച്ചവരാണ്. പരാതി പറഞ്ഞ പ്രതികരണങ്ങൾ കൂടിയും നമുക്കൊന്ന് കേൾക്കാം. ഈ അനന്തകുമാറിനെതിരെ ഇപ്പോൾ NGOകളുടെ വിവിധ ഭാരവാഹികളും പരാതി നൽകിയിട്ടുണ്ട്. അവർ നമ്മുടെ പ്രതിനിധി ടി വി പ്രസാദുമായിട്ട് സംസാരിച്ചു. അതുകൂടി ആ ശബ്ദരേഖ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. അത് ഞങ്ങൾക്ക് അനന്തകൃഷ്ണനല്ല നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. നമ്മൾ സായിഗ്രാമിലെ ആനന്ദകുമാർ സാറിനെതിരായിട്ടാണ്. ആനന്ദകുമാർ സാറാണല്ലോ നമ്മുടെ നേതാവും നമ്മുടെ ഇതിന്റെ ചെയർമാനും. അപ്പൊ ചെയർമാന്റെ സഹായത്തോടു കൂടിയും ചെയർമാൻ പറഞ്ഞതനുസരിച്ചുമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇന്നലെ വരെ. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇതിന്റെ ബുദ്ധിമുട്ട്, അദ്ദേഹമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, അല്ലാതെ അനന്തകൃഷ്ണൻ നമുക്കാരുമല്ല. ഇതിലേറെ കൗതുകകരമായ കാര്യം, ഇതിനകത്ത് ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ, മോണി ശശിധരൻ പറയുന്നത് പോലെ, പ്രമീള ദേവി ഇന്നലെ റിപ്പോർട്ടർ TVയിൽ വന്നു പറഞ്ഞത് തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ലാലി പറയുന്നത് പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നു എന്നാണ്. ലാലി പറയുന്നത് അനന്തകൃഷ്ണനാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്നാണ്. അനന്തകുമാർ പറയുന്നത് ലാലി വിൻസെന്റ് ആണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് എന്നാണ്. മൊത്തത്തിലൊരു തട്ടിപ്പ് മണക്കുന്നുണ്ടല്ലോ സ്വാമി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊപ്പം ടി വി പ്രസാദ് തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, തീർച്ചയായിട്ടും ഈ അനന്തകുമാറിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയുടെ കിറ്റ് വിതരണം ചെയ്യുന്ന സമയത്ത്, പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സമയത്ത്, ഈ പദ്ധതി കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഈ കോൺഫെഡറേഷന്റെ ചെയർപേഴ്സണായിട്ടിരുന്നയാളാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ ഇങ്ങനെ ഒരാൾ ഇത്തരം ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുമോ? അതും പഴയൊരു ചെക്ക് കേസിൽപ്പെട്ട് റിമാൻഡിലൊക്കെ ആയിരുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളത് അനന്തകുമാർ അടക്കമുള്ളവർ അന്വേഷിച്ചില്ല എന്നതും ഒരു ഗുരുതര വീഴ്ചയാണ്, അല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, അതായത് ഈ അനന്തകൃഷ്ണന്റെ സംഭവം വരെ ഈ ആനന്ദകുമാറിനെതിരെ ഇങ്ങനെ ഒരു പരാതികളില്ല. നേരത്തെ അരുണും തിരുവനന്തപുരത്ത് ഒരുപാട് കാലം ഉണ്ടായതാണല്ലോ. ആനന്ദകുമാറിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഇങ്ങനെയുള്ള വിവരങ്ങളാണ് കിട്ടുക. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനത്തിലായാലും ആ സമയത്തും നമ്മൾ ആനന്ദകുമാറിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അരുൺ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് നേരത്തെ 2019 ചെക്ക് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ ഉൾപ്പെടെ വന്നൊരു സാഹചര്യം. മാത്രമല്ല ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ കോർഡിനേറ്റർ ആക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതിനിപ്പോൾ ലാലി വിൻസെന്റ് പരിചയപ്പെടുത്തിയെന്ന് ആനന്ദകുമാർ പറഞ്ഞാലും അതിലത്ര
വിശ്വാസ്യതയുണ്ടാവില്ല എന്നുള്ളതാണ് അരുൺ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ സംഘടനയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ചുമതലയാണ് എന്നോർക്കണം. അങ്ങനെ ഒരു കോർഡിനേറ്റർ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നത്? മാത്രമല്ല അരുൺ, ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശാലണിയിക്കുന്ന ഒരു പടം സാമൂഹിക മാധ്യമങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇതിനിടെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്നപ്പോഴാണ് പടം എടുത്തതെന്നാണ് ആനന്ദകുമാറോട് ചോദിച്ച സമയത്ത് പറഞ്ഞത്. ഞാൻ ആനന്ദകുമാറോട് ചോദിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവിടേക്ക് അനന്തകൃഷ്ണനും വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോയിൻമെന്റ് തനിക്കായിരുന്നു എന്നാണ് ആനന്ദകുമാർ പറഞ്ഞത്. അനന്തകൃഷ്ണൻ എങ്ങനെ മോദിയുടെ അടുത്തേക്ക് എത്തിയത് എന്ന് എനിക്കറിയില്ല, ഏത് വഴിയിലൂടെയാണ് വന്നതെന്ന് അറിയില്ല. പക്ഷേ ഫോട്ടോ കാണുമ്പോൾ എന്തായാലും അങ്ങനെയല്ല തോന്നുന്നത് അരുൺ. രണ്ടുപേരും ഒന്നിച്ച് നരേന്ദ്രമോദിയുടെ അടുത്ത് പോയി അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ വിശദീകരണങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ഒരു കാരണവശാലും ആനന്ദകുമാർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല. കാരണം അതിൻ്റെ സ്ഥാപക ചെയർമാനാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയത്തുമുണ്ട്. ഇക്കഴിഞ്ഞ അതായത് 27 ജൂലൈയിലാണ് താൻ ഇതെല്ലാം ഒഴിവാകുന്നു പറഞ്ഞ് കത്ത് കൊടുത്തത്. നമ്മൾ ഇന്നലെ പറഞ്ഞത് 1.5 വർഷമായിരുന്നു. പക്ഷെ 1.5 വർഷമല്ല അരുൺ, 6 മാസമായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കൊടുത്തത്. ഈ 6 മാസത്തിന് മുമ്പേ മാത്രമാണ് അങ്ങനെ ഒരു കത്ത് കൊടുത്തത്. അതായത് ചില ഭാഗത്ത് നിന്ന് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തപ്പോഴായിരുന്നു. പക്ഷേ അരുൺ, അപ്പോഴേക്ക് ഈ തട്ടിപ്പ് വ്യാപകമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, അപ്പോൾ അനന്തകുമാറിനെതിരെ വ്യാപകമായ പരാതിയാണ് NGO ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ കോൺഫെഡറേഷന്റെ സ്ഥാപക ചെയർമാൻ കൂടിയായിരുന്നു അനന്തകുമാർ എന്നുള്ളതാണ്. തിരുവനന്തപുരത്തൊക്കെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. പക്ഷേ അനന്തകുമാർ ഇങ്ങനൊരു തട്ടിപ്പിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് ആളുകൾ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തുടരാം. അന്വേഷണം തുടരും. റിപ്പോർട്ടർ ടിവിയുടെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TV എത്രയെത്ര ഈ തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. ഇതൊന്നും കാണാനൊന്നും ആർക്ക് സമയമില്ലേ എന്നുള്ളതാണ് പല തവണ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. തട്ടിപ്പുമായിട്ട് വരുന്നവർ നിങ്ങളെയാണ് വിൽക്കാൻ പോകുന്നത്, നിങ്ങളെ പറ്റിക്കാൻ പോവുകയാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. ഓഫറുകളിൽ തലയും കുത്തി വീഴരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.